إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന ഏതൊരു നന്മയും അനുഗ്രഹവും അതിൻ്റെ ആത്യന്തികമായ കാരണം അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. നമുക്ക് വന്നു ഭവിക്കുന്ന ദുരന്തങ്ങളും വിപത്തുകളും അനിഷ്ടങ്ങളും സംഭവിക്കുന്നതിൻ്റെ ആത്യന്തികമായ കാരണം അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുക എന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ വന്ന ആയത്തുകളും ഹദീസുകളും സമാഹരിച്ചുകൊണ്ട് പറയുന്നു, വമൻ തദബ്ബറൽ ആലമ വശുറൂറ അൽവാഖിഅത ഫീഹി, ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആലിമ അന്ന കുല്ല ശർരിൻ ഫിൽ ആലമി സബബുഹു മുഖാലഫത്തുർ റസൂലി വൽ ഖുറൂജു അൻ തഅതി. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും, വിശിഷ്യ മുസ്ലിമിന് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്ത് സംജാതമാകുന്ന സർവ്വ പ്രതിസന്ധികൾക്കും ദുരന്തങ്ങൾക്കും കാരണം അത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരിട്ട് നിൽക്കുകയും ചെയ്യുക എന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറായിൽ നമ്മോട് പറഞ്ഞു, ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹ്. ഇസ്തജീബൂ ലിറബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരം ചെയ്യുക. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, ദീനിലേക്ക് നിങ്ങളെ വിളിച്ചാൽ, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം കൊണ്ടുവന്നാൽ, അതായത് ഈ ലോകത്തിന് അന്ത്യം കുറിച്ചാൽ, നമ്മുടെ ആയുസ്സിന് അന്ത്യം കുറിക്കപ്പെട്ടാൽ, പിന്നീട് തിരിച്ചുവരവില്ലാത്ത, അല്ലാഹുവിൽ നിന്ന് ഒരാൾക്കും തടയാൻ സാധിക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ അന്ത്യം വന്നെത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക. ആ ദിവസം വന്നെത്തിയാൽ, നമ്മുടെ അവസാനം കുറിക്കപ്പെട്ടാൽ, പിന്നീട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ, അന്ന് ആ ദിവസം വന്നെത്തിയാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു അഭയസ്ഥാനവും കണ്ടെത്താൻ സാധിക്കുകയില്ല അല്ലാഹു അല്ലാതെ. വമാലക്കും മിൻ നകീർ, നിങ്ങൾ ചെയ്ത തിന്മകൾ നിങ്ങൾക്ക് നിഷേധിക്കാനോ മറച്ചുവെക്കാനോ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ലോകാവസാനം വരെ കാത്തിരിക്കാം എന്ന പ്രതീക്ഷ വേണ്ടതില്ല. നമ്മൾ ഓരോരുത്തരുടെയും ഖിയാമത്ത് നാൾ, അന്ത്യം, നമ്മുടെ മരണ ദിവസമാണ്. അതെന്നാണ് വന്നെത്തുക എന്ന് നമുക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. അന്ന് അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊരഭയസ്ഥാനവുമില്ല. അന്ന് നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. മറ നീക്കപ്പെട്ടിയത് വെളിപ്പെടുത്തപ്പെടുന്ന ദിവസമാണത്. അതിനു മുമ്പ്
അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക. മുഅ്മിനീങ്ങളുടെ വാക്ക് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നത് മാത്രമാകണം. അള്ളാഹു പറഞ്ഞു, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടാൽ, ക്ഷണിക്കപ്പെട്ടാൽ, ഈമാനുള്ളവരാണോ, ഖുർആനിലും സുന്നത്തിലും വിശ്വസിച്ചവരാണോ, അവരുടെ വാക്കിതു മാത്രമായിരിക്കും. അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ഇഹത്തിലും പരത്തിലും വിജയിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥ ജീവിതം, സ്വസ്ഥപൂർണമായ സമാധാന സമ്പന്നമായ ജീവിതം അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക ഈമാനുള്ളവരെ. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ജീവിതവും ജീവനും അല്ലാഹുവിലും റസൂലിലും ഉത്തരം ചെയ്തുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കുന്നതിലാണ് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, മഹാന്മാരായ അമ്പിയാക്കളുടെ പാരമ്പര്യം ഇതായിരുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരിൽ വിശ്വസിച്ച ഈമാനുള്ളവരുടെ പാരമ്പര്യം ഇതായിരുന്നു. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ശരീഅത്തിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഇതാ അല്ലാഹു ഖുർആനിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസ് ഇതാദ്യം കേട്ടു പ്രവർത്തിച്ച സഹാബത്തിന്റെ മാതൃക ഇതാ എന്ന് കേൾക്കേണ്ട താമസം ഞങ്ങൾ കേട്ടു. ഇനി ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. യുക്തി കൊണ്ടളന്ന്, ബുദ്ധി കൊണ്ടളന്ന്, സമൂഹത്തിന്റെ കയ്യടി നേടാൻ കാത്തുനിന്ന് അവർക്ക് സമ്മതമില്ലെങ്കിൽ അത് കാറ്റിൽ പറത്തി, അതല്ല കാലഘട്ടം അതിനെതിരാണെന്ന് പറഞ്ഞ്, പുരോഗമനത്തിനെതിരാണെന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങളെ തള്ളിക്കളയുന്നവർ അവർ യഥാർത്ഥത്തിൽ ഈമാനുള്ളവരല്ല. ഈമാനുള്ളവരുടെ വാക്ക് ദീനാണെന്ന് ഉറപ്പിച്ചാൽ, ഖുർആനും സുന്നത്തും സ്ഥിരപ്പെടുത്തിയ കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, അത് കേൾക്കുക, അതനുസരിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ, അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ, മുൻഗാമികളുടെ തനതായ കറകളഞ്ഞ ഇസ്ലാമിന്റെ പാരമ്പര്യം. സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ഹുനഫ, അബുൽ അംബിയ, അമ്പിയാക്കളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണമെന്ന് നമ്മോട് അല്ലാഹു കൽപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ ഉണർത്തി നമ്മിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ദഅവത്ത് നിർവഹിച്ച ആ മഹാനായ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടാതെ അല്ലാഹു ഖലീൽ എന്ന് വിശേഷിപ്പിച്ച ഉൽ അസ്മുകളിൽ, മുർസലീങ്ങളുടെ പിതാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയോട് അല്ലാഹു ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഓ ഇബ്രാഹിം, താങ്കൾ അല്ലാഹുവിന് കീഴൊതുങ്ങുന്ന, സമ്പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിമായി മാറുക എന്ന് അദ്ദേഹത്തോട് പറയേണ്ട താമസം ഇബ്രാഹിം നബിയെ പറ്റി അല്ലാഹു പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സർവവും സമർപ്പിക്കുന്ന മുസ്ലിമായി ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. കേൾക്കേണ്ട താമസം ഉത്തരം ചെയ്തു. അമ്പിയാക്കളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി. അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം നൽകി. ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിനെ കഴുത്തെറുക്കാൻ, അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ ബോധിപ്പിച്ചു. എന്താണ് ആ കുഞ്ഞോമനയായ ഇസ്മായിലിന്റെ മറുപടി? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, ഓ പിതാവേ, താങ്കളോട് കൽപ്പിച്ചത് താങ്കൾ പ്രവർത്തിക്കുക, കാത്തു നിൽക്കണ്ട, അറുക്കുക എന്നെ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കണ്ടെത്താം, ധൈര്യസമേതം താങ്കൾ അറുത്തുകൊള്ളൂ. കുഞ്ഞ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്തിന്റെ ഏടുകൾ നൽകാൻ വേണ്ടി അല്ലാഹു തൂരി സീന പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് ക്ഷണിച്ചപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിന് പിറകുവശം തന്റെ സമൂഹത്തെ ബനൂ ഇസ്രായേലരെ, തന്നിൽ വിശ്വസിച്ചവരെ വിട്ടേച്ച് പെട്ടെന്ന് ധൃതിപ്പെട്ട് തിരക്കിട്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു വിളിച്ച വിളിക്ക് ഉത്തരം ചെയ്ത അദ്ദേഹത്തിന്റെ വ്യഗ്രത കണ്ടുകൊണ്ട് പറഞ്ഞു, വഅജിൽതു ഇലൈക റബ്ബിക ലിതർള, എന്തിനാണ് മൂസ താങ്കൾ ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് താങ്കളുടെ സമൂഹത്തെ ഉപേക്ഷിച്ചു വന്നത്? മൂസാ നബിയുടെ മറുപടി, വഅജിൽതു ഇലൈക റബ്ബിക ലിതർള, അല്ലാഹുവേ, വഅജിൽതു ഇലൈക റബ്ബി ലിതർള, അല്ലാഹുവേ, എന്റെ റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നിന്റെ തൃപ്തി നേടാൻ ഞാൻ തിരക്കിട്ട് വന്നതാണ്.
അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടെന്നറിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമുണ്ടെന്നറിഞ്ഞാൽ, അള്ളാഹു കാവലേകുമെന്നറിഞ്ഞാൽ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്നറിഞ്ഞാൽ ദീനിന്റെ താല്പര്യങ്ങൾക്ക് തിരക്കിട്ട് വ്യഗ്രതപ്പെട്ട് ഉത്തരം ചെയ്യുന്നവരായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അടങ്ങുന്ന മുർസലീങ്ങളുടെ പാരമ്പര്യം. അവരെ അമ്പിയാക്കൾ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ പാരമ്പര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയിക്കുകയും ആ നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വരികയും തങ്ങളുടെ ജീവിതകാലത്ത് ആ നബിയുടെ പുറപ്പാടുണ്ടാകുകയും ആ നബിയിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് സകല അമ്പിയാക്കളിൽ നിന്നും അള്ളാഹു കരാറെടുത്തിട്ടുണ്ട്, അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. സൂറത്ത് ആൽ ഇമ്രാനിൽ ആ ആയത്ത് നിങ്ങൾക്ക് വായിക്കാം. അള്ളാഹു അമ്പിയാക്കൾ ഓരോരുത്തരോടും ചോദിച്ചു എന്നാണ്. അവർ ഒന്നടങ്കം മറുപടി പറഞ്ഞു, അഖറർനാ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കും. അതെ, ഞങ്ങളുടെ ജീവിതകാലത്താണ് മുഹമ്മദ് നബി വരികയെങ്കിൽ ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു കരാർ നൽകാൻ പറഞ്ഞപ്പോൾ അമ്പിയാക്കൾ ഒന്നടങ്കം അഖറർനാ എന്ന് കരാർ നൽകിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുതച്ചു മൂടി കിടക്കുന്ന നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചു മൂടി കിടക്കുന്ന നബിയെ, ഖും ഫഅൻദിർ, താങ്കൾ കിടക്കേണ്ടവനല്ല, എഴുന്നേൽക്കൂ, ജനങ്ങളെ താക്കീത് ചെയ്യൂ, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യം നിലക്കാത്ത പ്രവാഹമായി. പറയേണ്ട താമസം, എഴുന്നേൽക്കൂ, താക്കീത് ചെയ്യൂ. അവിടുന്ന് ആരംഭിച്ചു മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജനാരവങ്ങൾ കൂടുന്നിടത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ, നിങ്ങൾക്ക് വിജയിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കരിക്കണമെന്ന് കൽപ്പനയിറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഓ നബിയെ, രാത്രിയിൽ അല്പമല്ലാതെ താങ്കൾ ഉറങ്ങരുത്. രാത്രിയുടെ അല്പസമയം ഉറങ്ങി പിന്നെ നിന്ന് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നു മുതൽ അവിടുന്ന് തഹജ്ജുദ് ഒഴിവാക്കാതെ നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം? അവിടുത്തെ കാൽപാദങ്ങളിൽ നീര് കെട്ടുവോളം അള്ളാഹുവിന്റെ റസൂൽ ആ കൽപ്പന നിറവേറ്റി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തിച്ച് അത് ഉമ്മത്തിന് മാതൃകയാക്കി നൽകി അവരെ മുന്നിൽ നിന്ന് നയിച്ചവരായിരുന്നു അമ്പിയാക്കൾ. അതിനു പിന്നാലെയായിരുന്നു അവർ അനുയായികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ വന്ന് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്ത് കേട്ട ജിന്നുകൾ, സാക്ഷാൽ ജിന്നുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് ഖുർആനിന്റെ ആശയഗാംഭീര്യം ഉൾക്കൊണ്ട് അതിലെ സാരോപദേശങ്ങൾ അവരുടെ ഹൃദയത്തെ പിടിച്ചു മതിച്ചു കുലുക്കി. അവർ അത്ഭുതപ്പെട്ടു. അവരുടെ സമൂഹത്തോട് പോയി പറഞ്ഞു എന്നാണ് അള്ളാഹു പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇയല്ലാഹ് വആമിനു ബിഹി, ഓ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകന്റെ വാക്ക് കേട്ടല്ലോ, നിങ്ങൾ ഉത്തരം ചെയ്യൂ. മുഹമ്മദ് നബിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യൂ. വആമിനു ബിഹി, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയജിർക്കും മിൻ അദാബിൻ അലീം, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകും, നിങ്ങളെ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കും. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോൾ അവരെ സമൂഹത്തോട് പോയി പറഞ്ഞു എന്നാണ്, നിങ്ങൾ ആ വിളിക്ക് ഉത്തരം ചെയ്യണമെന്ന്. സഹോദരങ്ങളെ, ജിന്നുകളിലെ സുഹൃതവാന്മാരുടെ പോലും പാരമ്പര്യം അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഉടനടി ഉത്തരം ചെയ്യുക എന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് വിളിച്ചു ചോദിച്ചില്ല, മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് അള്ളാഹുവിന് വേണ്ടി എന്നെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനുള്ളവർ? അദ്ദേഹത്തിൽ വിശ്വസിച്ച ഹവാരിയുകൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളാണ് സഹായികൾ. വിളിക്കേണ്ട താമസം ഉത്തരം ചെയ്യുന്നു. ഇതായിരുന്നു ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ തനതായ പാരമ്പര്യം. മഹാന്മാരായ സ്വഹാബത്തും ഈ പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിച്ചു പകർന്നു നൽകി. ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം, അനേകം ഉദാഹരണങ്ങൾ. മുസ്ലിമീങ്ങൾ ആദ്യം ഫിലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞായിരുന്നു, അവരെ ഖിബല അതായിരുന്നു, അവിടേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഖിബല മാറ്റം അവരിൽ പലരും അറിയുന്നത് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള ഖിബല മസ്ജിദുൽ ഹറാമിലേക്ക് അള്ളാഹു മാറ്റി നിശ്ചയിച്ചു എന്നറിയുന്നു. ആ ആയത്ത് അവർ കേൾക്കുന്നു. നിസ്കാരത്തിൽ തന്നെ, ആ നിസ്കാരം കഴിഞ്ഞ് സലാമിട്ടാൻ അവർ കാത്തു നിന്നില്ല.
ഏതൊരു നിസ്കാരത്തിലാണോ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചത്, അതേ നിസ്കാരത്തിൽ നിന്നതുകൊണ്ട് തന്നെ അവർ ആ കൽപ്പന ഉടനടി നിറവേറ്റുകയാണ്. മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് അവർ തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സ്വതക്ക ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ഉത്തരം ചെയ്തത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സമർപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവും റസൂലും മാത്രം ബാക്കിയാകുന്ന രൂപത്തിൽ സമ്പത്തിന്റെ മുഴുവൻ വിഹിതവും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സമർപ്പിച്ചു. തബൂക്ക് യുദ്ധത്തിന്റെ വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി. കടുത്ത ഞെരുക്കവും പട്ടിണിയും ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിന്നിരുന്ന സാഹചര്യം. സൈനിക നടപടിക്കുള്ള സാമ്പത്തിക ഭദ്രത അന്ന് റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കയ്യിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജഹദ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന. ആരാണോ ഈ ഞെരുക്കത്തിന്റെ വേളയിൽ സൈനിക നടപടി സ്വീകരിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നത്, ആരാണോ ഈ കാലഘട്ടത്തിൽ സൈന്യത്തെ ഒരുക്കാൻ സഹായിക്കുന്നത്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം ചെയ്തു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പൂർണ്ണ ചെലവിൽ അന്നതാ ജയ്സുൽ ഉസ്റ ഞെരുക്കത്തിന്റെ സൈന്യം ഒരുങ്ങുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തിന്റെ സ്വർണ്ണനായകങ്ങളുടെ കിഴി നബിയുടെ മടിത്തട്ടിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മുഹാജിറുകൾ മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭം, ജനസംഖ്യ കൂടി, ആൾപ്പെരുപ്പം കൂടി, അവിടെ അവർക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെയായിപ്പോയി. കടുത്ത ജലക്ഷാമം മുസ്ലിമീങ്ങൾ നേരിട്ടു. ആ സമയത്ത് അവിടെ മദീനയിൽ നിലനിന്നിരുന്ന ഒരു ബിർ റൂമ എന്ന് പറയുന്ന ഒരു കിണർ, ഒരു ജലസ്രോതസ്, അതിന്റെ ഉടമസ്ഥൻ വിലക്കായിരുന്നു അവിടെ നിന്ന് വെള്ളം വിറ്റിരുന്നത്. മുസ്ലിമീങ്ങൾ വിലക്ക് വാങ്ങണം വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പ്രഖ്യാപിച്ചു, ആരാണോ ബിർ റൂമ മുസ്ലിമീങ്ങൾക്ക് വാങ്ങി നൽകുന്നത് അവന് സ്വർഗമുണ്ട്, ഫലഹുൽ ജന്ന. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വില കൊടുത്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബിർ റൂമ അത് വാങ്ങുകയും മുസ്ലിം ഉമ്മത്തിന് വഖഫ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മറ്റൊരിക്കൽ അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സൂറത്ത് ആൽ ഇംറാനിലെ 92-ാമത്തേതോ 3-ാമത്തേതോ ആയത്ത് ഇറങ്ങിയപ്പോൾ അത് ഉരുവിട്ടുകൊണ്ട് നബിയുടെ അടുക്കൽ വരികയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അതായിരുന്നു ആയത്ത്. നിങ്ങളിൽ ഒരാൾക്കും പുണ്യം നേടാൻ സാധിക്കുകയില്ല, സ്വർഗം നേടാൻ സാധിക്കുകയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിന്റെ വിഹിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതുവരെ. നിങ്ങളുടെ സമ്പത്തിന്റെ വിഹിതങ്ങളിൽ പ്രിയപ്പെട്ടതിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കുകയില്ല എന്ന ആയത്ത് കേട്ടപ്പോൾ അത് ഉരുവിട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ അബൂ ത്വൽഹ വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ വഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിലെ സംഭവമാണ്. മദീനയിൽ അൻസാരികളുടെ കൂട്ടത്തിൽ ധനാഢ്യനായിരുന്നു അബൂ ത്വൽഹ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മസ്ജിദുൻ നബവിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ഈത്തപ്പന തോട്ടമാകുന്ന ബൈറുഹ തോട്ടമായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടായി. അതിലേറ്റവും വിളവും സമ്പത്തും ലഭിച്ചിരുന്നത് ബൈറുഹ തോട്ടമായിരുന്നു. മസ്ജിദുൻ നബവിക്ക് അഭിമുഖമായി നിലനിൽക്കുന്ന ആ ബൈറുഹ തോട്ടമാണ് എന്റെ സമ്പത്തിന്റെ സ്രോതസ്സുകളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരം. അല്ലാഹുവിന്റെ റസൂലെ, ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ നൽകുന്നതുവരെ എനിക്ക് പുണ്യം നേടാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിരിക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ് അദ്ദേഹം സമർപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, സ്വഹാബികളുടെ കൂട്ടത്തിലെ ചെറിയവർ വരെ, സ്വഹാബികളുടെ കൂട്ടത്തിലെ ചെറിയ കുട്ടികൾ വരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് ഞൊടിയുടെ ഉത്തരം ചെയ്തവരായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം ചെറിയ കുട്ടിയാണ്. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹം രാത്രി നിസ്കരിക്കാറില്ലായിരുന്നു, തഹജ്ജുദ് നിസ്കരിക്കാറില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നിസ്കരിക്കുകയായിരുന്നുവെങ്കിൽ. രാത്രി നിസ്കാരത്തിനെ പറ്റി കുട്ടിയായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകാന ബഅദു ലാ യനാമു മിനൽ ലൈൽ ഇല്ലാ ഖലീല.
ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുന്നു, അതിനുശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കുറച്ചല്ലാതെ ഉറങ്ങാറില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ലായിരുന്നു എന്ന്. ഇങ്ങനെ നബിയുടെ കൽപ്പനയെ ഉത്തരം ചെയ്തവരായിരുന്നു സ്വഹാബികൾ. സഹോദരങ്ങളെ, തങ്ങളുടെ ജീവനും ജീവിതവും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് ബലി കഴിപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. സമ്പത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആരോഗ്യം സമർപ്പിക്കാൻ അവർ സജ്ജരായിരുന്നു. ജീവനും ജീവിതവും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് ബലി കഴിപ്പിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം, ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധത്തിനൊരുങ്ങുകയാണ്, നിർബന്ധിതരാകുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബിമാരോടും കൂടിയാലോചിച്ചു. അൻസാറുകളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നും അഭിപ്രായം തേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൈമയിൽ അല്ലാഹുവിലേക്ക് കരങ്ങളുയർത്തി ബദർ യുദ്ധത്തിൽ വിജയം ലഭിക്കാൻ, മുശ്രിക്കീങ്ങൾക്കെതിരെ സഹായം ലഭിക്കാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഹാജിറുകളുടെ പ്രതിനിധിയായി അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നബിയുടെ സന്നിധിയിലെത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്തുണ നൽകുകയാണ് മുഹാജിറുകൾക്ക് വേണ്ടി. അദ്ദേഹം പറഞ്ഞു, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ. അല്ലാഹുവിന്റെ റസൂലേ, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സമൂഹം പറഞ്ഞതുപോലെ താങ്കളോട് ഞങ്ങൾ പറയുകയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഇതാണ് മൂസാ നബിയോട് യുദ്ധരംഗത്ത് ബനൂ ഇസ്രായേലിലെ ധിക്കാരികൾ പറഞ്ഞത്. താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ചടഞ്ഞിരുന്നു കൊള്ളാം എന്ന് ഞങ്ങൾ പറയുകയില്ല. മറിച്ച് വലാകിന്നാ നുഖാതിലു അൻ യമീനിക് വഅൻ ശിമാലിക് വബൈന യദൈക് വഖൽഫക്. മറിച്ച് അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഇടതും വലതും മുൻപിലും പിൻപിലും നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം ഈ സംഭവം കോട്ട് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഈ വാചകത്തിന്റെ ഉടമ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് പറഞ്ഞ ഈ വാചകത്തിന്റെ ഉടമ ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ദുനിയാവിലുള്ളതെല്ലാം എനിക്ക് സമർപ്പിക്കേണ്ടി വന്നാലും ഈ വാക്കിന്റെ ഉടമയാകുന്ന സൗഭാഗ്യവാൻ ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. മിഖ്ദാദിന്റെ വാക്ക് കേട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രകാശപൂരിതമായി. അങ്ങനെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഉത്തരം ചെയ്ത സ്വഹാബത്ത്, സഹോദരങ്ങളെ, ജാഹിലിയത്തിന്റെ ശീലങ്ങൾ, നടപടിക്രമങ്ങൾ, നബിയുടെ കൽപ്പന കേൾക്കേണ്ട താമസം കാറ്റിൽ പറത്തിയ സ്വഹാബത്തിന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാം. പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾ അറിയിക്കുമ്പോൾ ഖുർആനും സുന്നത്തും ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അത് ഹറാമാണ്, ഇത് ഒഴിവാക്കാൻ പാടില്ല, ഇത് വാജിബാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ ന്യായം പറയാറുള്ളത് നമ്മുടെ ശീലായിപ്പോയി, മാറ്റാൻ കഴിയുന്നില്ല. പുകവലിക്കുന്നവർക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നവർക്ക് അതിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റുന്നില്ല, ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല, കച്ചവടം ചെയ്യാൻ പറ്റില്ല, പുര പണിയാൻ പറ്റില്ല, മക്കളെ കെട്ടിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല, വാഹനം വാങ്ങാൻ പറ്റില്ല, പല ന്യായങ്ങളും പറയും. ശീലമായി പോയി, അഡിക്റ്റായി പോയി. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടവർ പറയുന്ന ന്യായങ്ങൾ ഇതാണ്. നമ്മളത് അങ്ങനെ ആയിപ്പോയി. സഹോദരങ്ങളെ, അതിനേക്കാൾ കടുത്തതായിരുന്നു ജാഹിലിയത്തിൽ അവരുടെ സംസ്കാരങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ കേട്ടപ്പോൾ ആ ജാഹിലിയത്തിൽ, അജ്ഞാനയുഗത്തിലെ വൈകൃതങ്ങൾ ഒഴിവാക്കാൻ, പറിച്ചറിയാൻ അവർക്ക് യാതൊരു പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബാഇകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യുന്നത് നിങ്ങളോട് വിലക്കിയിരിക്കുന്നു. ജാഹിലിയത്തിൽ അവർ ഉമ്മായെയും ഉപ്പായെയും പിടിച്ച് സത്യം ചെയ്യുമായിരുന്നു, പൂർവ്വ പിതാക്കളെ പിടിച്ച്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ, ഫവല്ലാഹി മാ ഹലഫ്തു ബിഹാ മുൻദു സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻഹ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത് മുതൽ പിന്നീട് ഞാൻ എന്റെ പിതാക്കളെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല. ദാക്കിറൻ വല ആഫിറൻ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റു ചിലർ, ഇതറിയാത്തവർ അങ്ങനെ സത്യം ചെയ്തത് ഞാൻ ഉദ്ധരിക്കാറ് പോലുമില്ല. മറ്റു ചിലർ ചെയ്തതുപോലും ഞാൻ അതെന്റെ നാവ് കൊണ്ട് പറയാറില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിട്ടുണ്ട് എന്നത് തന്നെ. സഹോദരങ്ങളെ, പട്ടിണിയുടെ
വിശപ്പിന്റെ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ പോലും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനകൾ അവർ നടത്തിയിരുന്നു. ഒരു സങ്കോചവുമില്ലാതെ. വിശന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന രംഗത്ത് പോലും അവരത് ചെയ്തിരുന്നു. ഖൈബർ യുദ്ധത്തിന്റെ വേള, ഖൈബറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉപരോധം, കടുത്ത യുദ്ധം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വാഗ്ദാനം നൽകിയ വിജയം സാർത്ഥകമായി. പക്ഷെ അവർ പട്ടിണിയിലാണ്. അങ്ങനെ അവർക്ക് ഗനീമത്തായി ലഭിച്ച നാട്ടിലെ കഴുതകൾ, ഗ്രാമീണ കഴുതകൾ, നാട്ടിൽ വളർത്തപ്പെടുന്ന കഴുതകൾ ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമായിരുന്നു ഭക്ഷിക്കാൻ. സ്വഹാബത്തിൽ ചിലർ അതിനെ അറുത്തു അതിന്റെ ഇറച്ചി പാചകം ചെയ്യുകയാണ്. അടുപ്പത്ത് കലത്തത് തിളച്ചു പറയുകയാണ്. അങ്ങനെയാണ് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത്, ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻ ലുഹൂമിൽ ഹുമുർ ഫഇന്നഹാ റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹും അവന്റെ റസൂലും കഴുതകളുടെ മാംസം ഭക്ഷിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അത് ശൈത്താൻ നിങ്ങൾക്ക് നന്നാക്കി തോന്നിക്കുന്ന നടപടിക്രമമാണ്. ഇത് കേൾക്കേണ്ട താമസം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടുപ്പത്ത് തിളച്ചു മറിയുന്ന മാംസക്കലം അത് കമിഴ്ത്തി കളഞ്ഞു. അതിൽ പാചകം ചെയ്യപ്പെടുന്ന തിന്നാറായ വേവാനായ ഭക്ഷണമുണ്ടായിരുന്നു, മാംസമുണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ അവർ മൊത്തം അത് കമിഴ്ത്തി കളഞ്ഞു എന്നാണ്. ഇതുപോലെ തന്നെയാണ് മദ്യം വിലക്കിയ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ മഹാനായ അബൂ നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂ ത്വൽഹ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആളുകൾക്ക് മദ്യം വിളമ്പുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഒരു ശരീരം കേൾക്കുകയാണ്. അബൂ ത്വൽഹ എന്നോട് പറഞ്ഞു, എന്താണ് ആ ശബ്ദമെന്ന് പോയി കേൾക്കുക. അദ്ദേഹം പോയി നോക്കി. എന്താണ് ആ ശബ്ദമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാദാ മുനാദിൻ യുനാദി അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമത്. മദ്യം ഇതാ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിളിച്ചു പറയുന്നത്. സൽക്കാരമൊരുക്കിയ അബൂ ത്വൽഹ എന്ന പ്രമാണി പറയാണ്, ഇദ്ഹബ് ഫഅതിഖ്ഹാ, പോകൂ ആ മദ്യ ചഷകങ്ങളെല്ലാം ഒഴുക്കിക്കളയൂ. പിന്നീട് ആ ഹദീസിന്റെ റിപ്പോർട്ടുകളിൽ കാണാം, ഫജറത് ഫീ സികകിൽ മദീന, മദീന തെരുവീതികളിൽ മദ്യപ്പുഴ ഒഴുകിയെന്നാണ്. ഫമാ റാജഊഹാ വലാ സഅലു അൻഹാ ബഅദ ഖബരി റജുൽ. ആ മനുഷ്യന്റെ വിളിയാളം അത് കേട്ടപ്പോൾ അല്ലാഹുവും റസൂലും പറഞ്ഞിരിക്കുന്നു, അള്ളാന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയേണ്ട താമസം, ആ അശരീരി കേൾക്കേണ്ട താമസം അത് നടപ്പിലാക്കി. പിന്നീട് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്നവരത് പരിശോധിച്ചു പോലുമില്ല എന്നാണ്. ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ്. അവരത് ഒടുക്കി കളഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്തത് ഇങ്ങനെയാണ്. കാലതാമസമില്ലാതെ, ആലോചിച്ചു നിൽക്കാതെ, സംശയത്തിന്റെയോ സന്ദേഹത്തിന്റെയോ സങ്കോചത്തിന്റെ യാതൊരു ലാഞ്ചനയുമേൽക്കാതെ, സമിഅ്നാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. പട്ടിണിയുടെ വേളയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽ, ക്ഷാമത്തിന്റെ തീച്ചൂളയിൽ, ശാരീരിക ക്ഷയം അനുഭവിക്കുന്ന സമയത്ത്, യുദ്ധരംഗത്ത്, ഏതവസ്ഥയിലും അവർ അതിനുത്തരം ചെയ്തത് ഇപ്രകാരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉത്തരം ചെയ്യാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും തുറവി നൽകുമാറാകട്ടെ, തൗഫീഖ് കനിയുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, അമ്പിയാക്കളെ വിശ്വസിച്ച അവരുടെ യഥാർത്ഥ ഉമ്മത്ത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ അമ്പിയാക്കൾ മാതൃകയാക്കി കാണിച്ചു കൊടുത്ത, അതിനുത്തരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ ചില ഏടുകളിൽ ചില ശകലങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തങ്ങളുടെ നാവ് സൂക്ഷിക്കുന്നിടത്ത് പോലും, തങ്ങളുടെ സംസാര ഭാഷ നിയന്ത്രിക്കുന്നിടത്ത് പോലും, തങ്ങളുടെ സംസാരത്തിന്റെ സംസ്കാരം എന്താണെന്ന് വ്യവച്ഛേദിക്കുന്നിടത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അവരച്ചട്ട് നടപ്പിലാക്കിയിരുന്നു എന്നാണ്. മഹാനായ ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ഒരു പ്രാകൃതനായ മനുഷ്യനാണ്. എന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പാരുഷ്യമുണ്ട്, കാർക്കശ്യമുണ്ട്, കടുപ്പക്കാരനാണ്.
അതുകൊണ്ട് എനിക്ക് അതിനു പറ്റിയൊരു വസിയത്ത് നൽകണം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകി, ലാ തസുബ്ബന്ന അഹദൻ, നിങ്ങൾ ഒരാളെയും ഒരു മനുഷ്യനെയും മോശം പറയരുത്, ചീത്ത വിളിക്കരുത്, അസഭ്യം പ്രയോഗിക്കരുത്. അത് കേട്ടതിന് ശേഷം ആ കൽപ്പന നടപ്പിലാക്കിക്കൊണ്ട് ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ സബബ്തു ബഅദ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ വലാ ഷാതൻ വലാ ബഈറൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടതിന് ശേഷം ഞാൻ ഒരാളെയും എന്റെ മരണം വരെ ജീവിതകാലത്ത് ചീത്ത വിളിച്ചിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനെ പോലും എന്നല്ല, വലാ ഷാതൻ വലാ ബഈറൻ, ഒരാടിനെയും ഒരൊട്ടകത്തെ പോലും ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖൈബർ യുദ്ധത്തിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പതാക ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖൈബറിന്റെ യുദ്ധക്കളത്തിലേക്ക് എങ്ങനെ പുറപ്പെടണമെന്ന് ആഹ്വാനം നൽകി. താങ്കൾ നേരെ നടക്കുക, ഉൻഫുദ് അലാ റിസ്ലി ഇംശി വലാ തൽതഫി. അല്ലാഹു താങ്കളുടെ കരങ്ങളിലൂടെ വിജയം നൽകുന്നത് വരെ താങ്കൾ തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് ഗമിക്കണം. ഈ കൽപ്പന കേട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ തിരിഞ്ഞു നോക്കാൻ വയ്യ, കാരണം നബി പറഞ്ഞു തിരിഞ്ഞു നോക്കരുതെന്നാണ്. രണ്ടടി മുന്നോട്ട് വെച്ചു. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കാതെ കുറച്ചു ഉച്ചത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, റസൂലുള്ളാഹിനോട് ചോദിച്ചു, അലാ മാദാ ഉഖാതിലുൻ നാസ്, അല്ലാഹുവിന്റെ റസൂലേ, യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്തുല്ലാഹിൽ ഉൽയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി താങ്കൾ യുദ്ധം ചെയ്യണമെന്ന് മറുപടി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ യുദ്ധരംഗത്തേക്ക് മുന്നിട്ടാൽ തിരിയരുതെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് തിരിയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അപ്പോൾ തന്നെ നടപ്പിലാക്കുകയാണ്, യുദ്ധമുഖത്തെത്തിയിട്ടില്ല. ഇതായിരുന്നു സഹാബത്തിന്റെ പാരമ്പര്യം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ എങ്ങനെയാണ് ഇങ്ങനെ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നത്, നമുക്ക് സാധിക്കാതെ പോകുന്നത്? എന്താണ് അതിന്റെ രഹസ്യം? എന്താണ് അതിന് നമ്മെ സഹായിക്കുന്ന കാര്യം? സഹാബികളിലെ റാഫി ഇബ്നു ഖുദൈജ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംരിൻ കാന ലനാ നാഫിഅൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന, ഞങ്ങൾക്ക് നന്മയായി ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന, ഞങ്ങളുടെ ശീലമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ഞങ്ങളത് നന്മയായി, പുണ്യമായി, ശീലമായി കൊണ്ടു നടന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾ അതെല്ലാം ഒഴിവാക്കിയത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഒഴിവാക്കിയത്, അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? എനിക്കെന്നെക്കാൾ വേണ്ടപ്പെട്ടതെന്ന് തോന്നുന്ന, എന്തൊരു നന്മയായി ഞാൻ ഗണിക്കുന്ന, സമൂഹം അത് കൊട്ടിഘോഷിക്കുന്ന, കാലഘട്ടം അത് ഉഷാറെന്ന് വിലയിരുത്തുന്ന എന്താണെങ്കിലും അതെനിക്ക് നന്മയായി ഞാൻ മനസ്സിലാക്കുന്നു. ആളുകളൊക്കെ അത് ഉഷാറാണെന്ന് പറയുന്നു, പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയതാണ്, അള്ളാഹു ദീനിൽ വിലക്കിയതാണ്. എന്തിന് നാം ഒഴിവാക്കണം? അള്ളാഹുവിനെയും റസൂലിനെയും ആ വിലക്കൊഴിവാക്കി അനുസരിക്കുന്നതാണ് നമ്മൾ നന്മയായി, സമൂഹം നന്മയായി കാണുന്നതിനേക്കാൾ നന്മ, അതിനേക്കാൾ സുഹൃതം, അതിനേക്കാൾ എനിക്ക് ഉപകാരപ്രദം, അതിനേക്കാൾ എനിക്ക് പുണ്യകരം, എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിലും എന്റെ വേണ്ടപ്പെട്ടവരെ ഇഷ്ടമാണെങ്കിലും സമൂഹം ഒന്നടങ്കം അത് നന്മയായി കൊട്ടിഘോഷിച്ചാലും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും വിലക്കിയതാണോ, അതാണ് അതിനേക്കാൾ എനിക്ക് പുണ്യകരം, അതിനേക്കാൾ എനിക്ക് ഉപകാരപ്രദം എന്നായിരുന്നു എന്റെ വിശ്വാസം എന്ന് റാഫി ഇബ്നു ഖുദൈജ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ പറ്റി പറയുന്നു. ഇങ്ങനെയാണ് അവർ നടപ്പിലാക്കി. ഇങ്ങനെ മനസ്സിലാക്കാത്തിടത്തോളം, ഇങ്ങനെ വിശ്വസിക്കാത്തിടത്തോളം, ഇങ്ങനെ ഖുർആനിനെയും സുന്നത്തിനെയും നെഞ്ചേറ്റാത്തിടത്തോളം അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സ്ത്രീകളെ നിങ്ങൾ കേൾക്കൂ, ഇന്ന് ഹിജാബ്, മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന, വികലമായി അതിനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോൾ മുസ്ലിം സ്ത്രീകൾ അവരുടെ മക്കനകൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം, അവർ മുഖം മറക്കണം എന്നായത്തിറങ്ങിയപ്പോൾ, ഹിജാബ് സ്വീകരിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ബുഖാരി സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭം, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാലത്തിലെ മുഹാജിറത്തുകളായ സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. ലമ്മ അൻസലല്ലാഹു വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ, അവരുടെ കുപ്പായങ്ങൾ അവരുടെ മാറിടങ്ങൾക്ക് താഴെകളുടെ താഴ്ത്തിയിടട്ടെ എന്നായത്തിറങ്ങിയപ്പോൾ, ശഖഖ്ന മുറൂതഹുന്ന വഹുവ സായിദു മിൻ ഉസ്രിഹിന്ന ഫസ്തമർന ബിഹാ, അവരവരുടെ വിരിപ്പുകൾ കീറി, അതല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ, പർദ്ദ പോലെ അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ
കൂടി നിൽക്കുന്ന ഭാഗം, അധികരിച്ച ഭാഗം, ആ തുണിയിൽ നിന്ന് അധികരിച്ച ഭാഗം അവർ കീറി മുറിച്ചു. അവരാ കൽപ്പന അപ്പൊ തന്നെ നടപ്പിലാക്കി. അവരുടെ മുഖമടക്കം, അവരുടെ തലയടക്കം മറച്ചുകൊണ്ട് അവർ താഴ്ത്തിയിട്ടു എന്നാണ്. പലർക്കും വസ്ത്രമില്ല. എന്നിട്ട് അവർ ഉടുത്ത വസ്ത്രത്തിന്റെ അധിക ഭാഗം മുറിച്ചു. അവരുടെ വിരിപ്പുകളുടെ അധിക ഭാഗം മുറിച്ചുകൊണ്ട് അവർ തലയടക്കം മുഖം മറച്ചു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത്? സഹാബ വനിതകൾ ആ കൽപ്പന, ഹിജാബിന്റെ ആയത്തിന്റെ കൽപ്പന നടപ്പിലാക്കിയത് ഇങ്ങനെയായിരുന്നു. സ്ത്രീകളെ, ഇവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ സ്വഹാബത്തും അമ്പിയാക്കൾ വിശ്വസിച്ച അവരുടെ അനുയായികളും അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിളിക്കുത്തരം ചെയ്തതുപോലെ ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് വിജയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരൊറ്റ ആയത്ത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത് അള്ളാഹു സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ ഈമാൻ കൈക്കൊണ്ടതുപോലെ, നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചതുപോലെ, ഈമാൻ നടപ്പിലാക്കിയതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ, ആര്? എക്കാലത്തെയും മുസ്ലിമീങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ച് നടപ്പിലാക്കിയതുപോലെ ഈമാനിനെ വിശ്വസിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ, അവരാണ് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവർ. വഇൻ തവല്ലൗ, അതെല്ലാം അവർ തിരിഞ്ഞു കളയുകയാണ്. പല ന്യായങ്ങളും പറഞ്ഞവർ തിരിഞ്ഞു കളയുകയാണ്, നിങ്ങളുടെ മാർഗത്തെ എതിരിടുകയാണ് എങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവരാണ് വഴികേടിലും ഭിന്നിപ്പിലുമുള്ളത്, അവർ നന്മയിലല്ല. ഫസയക്ഫീകഹുമുല്ലാഹ്, അത്തരക്കാരിൽ നിന്ന് അല്ലാഹു മതിയായവനാണ്. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.